പണ്ട് തറവാട്ടിലും അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിലൊക്കെ വിരുന്ന് പോകുമ്പോൾ സമയത്ത് അധികം ഉമ്മ തേങ്ങാച്ചോറ് ഉണ്ടാക്കട്ടോ. അപ്പം എൻ്റെ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ ഈ ഒരു കുമ്പളങ്ങ ബീഫ് കറി. ഇത് വെച്ചിട്ട് എൻ്റെ മകന് സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ഇറച്ചി കൊണ്ടുവരുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഉമ്മ വെക്കും കേട്ടോ. കറിയായിട്ട് മതി, തേങ്ങാച്ചോർക്ക് ഇങ്ങനെ കറി വേണമെന്ന് പറയാം കേട്ടോ ഉമ്മ പറയാറുള്ളത്. എന്തായാലും നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇത്തിരി നെയ്യോട് കൂടിയിട്ടുള്ള ബീഫ് വേണം കേട്ടോ. കുറച്ച് എല്ലോട് കൂടി അതും കൂടി വേണം. എല്ലും കഷ്ണമൊക്കെ ആയിട്ടുള്ള ബീഫ് വേണം. അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ആക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാനൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഗ്യാസിലേക്ക് കണ്ടു വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് വേവുന്ന ആ സമയത്ത് നമ്മളിത് അതിലേക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്, ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഉരുളിയിലേക്ക് ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. വാട്ടിയെടുത്തതിന് ശേഷം നമ്മളിനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. മല്ലിയിലയും കൂടി ഉണ്ട് ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല. ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി അധികം വേണ്ട, ഒരുപാട് പുളി അങ്ങോട്ടാവും. എന്നിട്ട് നമ്മൾ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയും പിന്നെ നമ്മുടെ ബീഫ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി നമ്മൾ നേരത്തെ ഇറച്ചിയിൽ ഇട്ടതാണ്, ഇതിലേക്ക് ഇട്ടിട്ടില്ല. ഇതിൽ നമ്മൾ ബീഫ് മസാലയും ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ ആ വെള്ളത്തോടൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം ഇല്ലാണ്ട് വെക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ എല്ലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എല്ലൊക്കെ ഉള്ളത് കാരണം ബീഫിൻ്റെ ആ ഒരു വേവ് ഉണ്ടാവുമല്ലോ, ഇത്തിരി അധികം വേവ് ഉണ്ടാവുമല്ലോ. ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന കുമ്പളങ്ങ ഈ സമയത്താണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കുമ്പളങ്ങ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ആ കുമ്പളങ്ങയൊക്കെ വെന്ത് നന്നായിട്ട് ഉടഞ്ഞു പോകും. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. ചെറിയൊരു വേവ് മതി കുമ്പളങ്ങയ്ക്ക്. കാരണം ഇളയ കുമ്പളങ്ങയൊക്കെയാണെങ്കിൽ പെട്ടെന്ന് അത് വെന്ത് കിട്ടും. ഇതുപോലെ നമ്മൾ മുകൾ വശത്ത് ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് വെന്തിട്ടുണ്ടാവും. ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോകാത്ത രീതിയിലാണ് ഈ ഒരു കുമ്പളങ്ങ വേണ്ടത്. എന്നിട്ട് നമ്മളിതാ തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങയിലേക്ക് നമ്മൾ വലിയ ജീരകവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളവും ചേർത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസായിട്ട് അങ്ങോട്ട് ആക്കേണ്ട, കുറച്ച് കട്ടിയോട് കൂടിയാണ് കേട്ടോ ഈ ഒരു കറി നമുക്ക് വേണ്ടത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ഈ ഒരു കുമ്പളങ്ങ ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു കറിയിൽ വേണ്ടത്. ഒരുപാട് അങ്ങനെ വെന്ത് അലിഞ്ഞു പോയാൽ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി താളിച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. തേങ്ങാച്ചോറിൻ്റെ കൂടെയാണ് ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ ഉള്ളൊരു കറിയാണ് കേട്ടോ. അതപ്പോൾ ഇന്നെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഉമ്മ ഉണ്ടാക്കുന്നൊരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ബീഫ് കറിയാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്.